ഹലോ ഗായ്സ്, എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഫാമിന് സംഭവിച്ച ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ മക്കളൊക്കെ ഉണ്ട്, മച്ചാന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം നിലവിൽ നമ്മുടെ ഇവിടെ എന്തൊക്കെ ജീവികൾ ഉണ്ട് എന്നുള്ള അപ്ഡേഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി നമ്മൾ കാണിക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് പുതിയതായി കടന്നു വന്ന അവസാനമായി നമ്മുടെ വീട്ടിലേക്ക് പുതിയതായി കടന്നു വന്ന എന്താ പേര്? ഇവിടെ പേര് സിംബ. എന്താ പേരിട്ടെ? പേരൊന്നും ഇട്ടിട്ടില്ല. പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കുക. അടുത്തത് ഇവന്റെ ചെറിയ ഇതുണ്ട്, ചെറിയ അസുഖമുണ്ട്. അസുഖത്തെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഇവനാണ്. ഇവൻ ഇദ്ദേഹത്തിന്റെ അനിയനാണ്. ഇവ രണ്ടുപേരാണ് നമ്മുടെ പെണ്ണുങ്ങളാണ്. രണ്ട് പെണ്ണുങ്ങളാണ് കേട്ടോ. അനിയൻ ചേട്ടത്തിയാണ്. അപ്പൊ ഇവരെയാണ് നമ്മൾ പുതിയതായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അനിയത്തിയാന്നുള്ള പേര് അവിടെ നിന്ന് കിട്ടി. മേബിനാണ് നമ്മുടെ പൂച്ചക്കെല്ലാം തീറ്റ കൊടുക്കുന്നത്. പൂച്ചക്ക് എന്താണ് ആദ്യം നമുക്ക് കൊടുക്കുന്നത്? വെള്ളപ്പൂച്ചക്കാണോ മഞ്ഞപ്പൂച്ചക്കാണോ? നമുക്ക് വെള്ളപ്പൂച്ചക്ക് എന്താണ് കൊടുക്കുന്നത്? വെള്ളപ്പൂച്ചക്കാണെങ്കിൽ ചോറും പച്ചവെള്ളമാണ് നമ്മുടെ വെള്ളപ്പൂച്ചക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓറഞ്ച് പൂച്ചക്ക് എന്താ കൊടുക്കുന്നത്? അപ്പൊ അതിന് ചോറും പച്ചവെള്ളവും. അതിനും ചോറും പച്ചവെള്ളമാണ് അല്ലേ? ഏത് പൂച്ചക്കാണ് കൂടുതൽ സ്നേഹം? വെള്ളപ്പൂച്ചക്ക്. വെള്ളപ്പൂച്ചക്ക് ഇച്ചിരി കളിയുള്ള ആളാണ്. കണ്ടോ, നല്ല ഒരു മനസ്സിലായില്ലേ? അടുത്തത് ഈ പൂച്ചകളിലൊക്കെ അമ്മച്ചിയായ കുലുസു അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്. കുലുസു എന്നാണ് അതിന്റെ പേര്. കുലുസു അമ്മച്ചിയുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഡബിൾ കണ്ണിയാണ് അതിന്റെ. ഡബിൾ കണ്ണി. രണ്ട് കണ്ണും രണ്ട് കളറാണ്. രണ്ട് കണ്ണും രണ്ട് കളറും. കണ്ടോ, രണ്ട് കണ്ണും രണ്ട് കളറാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഗർജിക്കുന്ന ഒരു. അതെ, ഇച്ചിരി മടിയനാണോ അല്ലെ? എന്താ പറയുന്നേ? പ്രസവിച്ചില്ലോ ഇനി. ഞാൻ അകം കാണിച്ചു. അകത്തൊക്കെ ഉണ്ടായ മാറ്റം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇനി നമ്മള് ഇതാണ് നമ്മുടെ ഫാം. പൂവൻകോഴി അവിടെ നോക്കി നിൽപ്പുണ്ട്. വൻ സെക്യൂരിറ്റി ഗാർഡായിട്ട് അവിടെ നിൽപ്പുണ്ട്. നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് തിരി വരുന്നുണ്ടോ, അവിടുന്ന് പട്ടി വരുന്നുണ്ടോ? അതാണ് അതിന്റെ നിരീക്ഷണ ശക്തി. ഞാനിപ്പോ അങ്ങോട്ട് പോയാൽ എന്നെ കൊട്ടും. ഈ ഫാമിനുണ്ടായ വലിയ മാറ്റം എന്താന്ന് വെച്ചാൽ, നമ്മുടെ എന്താ പേര്? സൈമൻ പൈനാപ്പിൾ. നമ്മള് സ്വന്തം പേര് പറയില്ലേ? ഫൂയും സൂയും ആണ് ഇട്ടേക്കുന്നത്. എന്താ ഈ കോഴിനെ ഓർക്കുന്നുണ്ടോ? നമ്മള് പണ്ട് മേടിച്ചതാണ്. ഇപ്പൊ നല്ല വലുതായി വെച്ചാ. പെണ്ണാണ്. വിട്ടേക്കറ, പേടിയാവുന്നതാ ഇത്. ഓൾറെഡി ഷീപ്പുണ്ടല്ലേ? ഓക്കെ, ഇത് ഇതാണ് നമ്മുടെ മാത്രമല്ല നല്ലോണം പറക്കുകയും ചെയ്യും. നല്ല പറക്കുകയും ചെയ്യും കേട്ടോ. മറ്റേ ചെറുതാണ്, പറക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നാലും പറക്ക് ചെറുതായിട്ടൊക്കെ. സ്മോൾ നിട്ടേക്കുന്ന റിങ് മാറിപ്പോയോ? ആൾ മാറിപ്പോയോ? സ്മോൾ ആയിരുന്നോണ്ട് സ്മോൾ നിട്ട്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ മോതിരൊക്കെ ഇട്ട് കൊടുത്തോ? രണ്ടുപേരും കണ്ടോ മോതിരം ഇട്ട് കൊടുത്തേക്കുന്നുണ്ടോ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ, ഈ കൂട്ടി കിടക്കുന്ന കോഴികൾ, സിൽക്കി കോഴികൾ. സൂം ആവുന്നില്ല. സിൽക്കി കോഴികൾ ഇവരൊക്കെ വലുതായി അത്യാവശ്യം. കേട്ടോ അതെ, ക്യാമറ കണ്ടപ്പോഴേ വരുവാ എന്തോ കൊത്തിനാന്ന് ഓർത്ത്. അപ്പൊ ഇവരൊക്കെ അത്യാവശ്യം വലുതായി. അപ്പൊ ഇല കൊടുത്താൽ നല്ല വളർച്ച ഉണ്ടോ. അപ്പൊ ഇല ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അടുത്തത് പുള്ളിക്കാരൻ അവിടെ നിന്ന് ചാടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ സാധാരണ പോലെയുള്ള ചുമ്മാ നമ്മൾ ഈയിടെ പോയി മേടിച്ച നമ്മുടെ കശുവണ്ടിത്താറാഞ്ഞ കൊടുത്ത് മേടിച്ച നമ്മുടെ പുതിയ കൽക്കൻ കോഴി. കൽക്കന പേര് ടർക്കി കോഴി. അപ്പൊ ഈ ടർക്കി കോഴികളെ നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, കീരി സൗണ്ട് കേട്ട് എന്ത് വരികയില്ല, സൗണ്ട് കേട്ട് കീരി വരാതിരിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. സത്യം പറഞ്ഞ ആക്ച്വലി ഇതൊരു 1 സെന്റ് ഉണ്ടോ ഈ സ്ഥലം? ഇല്ല, ഉണ്ടോ? 1 സെന്റ് ഇല്ല, 1/2 സെന്റേ ഉള്ളൂ. ഈ 1/2 സെന്റിലാണ് നമ്മൾ ദുനിയാവിലുള്ള മൃഗങ്ങളെയൊക്കെ ഇവിടെ ഒരുമിച്ച് കൂട്ടിരിക്കുന്നത്. അതെ, അപ്പുറത്തോട്ടാണ്, ആ സ്ഥലത്തോട്ടാണ്. ഈ കൂടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കൂട്. ഇപ്പൊ 1, 2, 3. ഇത് ഈവൻ സ്പോൺസർ ചെയ്ത. അപ്പൊ ജാട കയറിയാൻ ചെറുതായിട്ട്. ഇവൻ സ്പോൺസർ ചെയ്ത കൂടാണ് നമുക്കിത്. ഇനി നമ്മൾ ഇതിനകത്തുള്ളത് നമ്മുടെ ലവ് ബേർഡ്സ് ആണ്. ലവ് ബേർഡ്സ്
ലവ് ബേർഡ്സ് ആണ്. 5 ജോഡി ലവ് ബേർഡ്സ് ഉണ്ട്. ഒരാൾ മുട്ടയിട്ടിരിക്കുന്നു. നമുക്ക് ലവ് ബേർഡ്സിനെ നല്ല ദൃശ്യങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. ലവ് ബേർഡ്സ് ഓക്കെ, ഇതാണ് ലവ് ബേർഡ്സിന്റെ കൂട്. 4 ജോഡിയുണ്ടല്ലേ? വളരെ സജ്ജമായ, വളരെ അതായത് സൗകര്യപ്രദമായ ഒരു നല്ലൊരു കൂടാണ് ഇത്. ഇത്രയും സൗകര്യമുള്ള കൂട്. ആ കൂടെന്ന് പറഞ്ഞാൽ സുധൈസ് മേവലിട്ട് ഉണ്ടാക്കിയ കൂടാ, മനസ്സിലായോ? ഈ കൂട്. അപ്പൊ ഈ കൂട് ഉണ്ടാക്കുന്ന വീഡിയോ, ഫുൾ വീഡിയോ അടിയിലുണ്ട്. ആ, നീ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? സൈമുണ്ട്. സൈമാണ് നമുക്ക് പാട്ട് പഠിക്കണ്ടേ? നല്ല ചായ ഒക്കെ വെച്ച് തന്നു പണിക്കാർക്ക് വേണ്ടിയുള്ള. ഇവർക്ക് വേണ്ടി പണി എന്താ നല്ല സുഖത്തിന് വേണ്ടി ഞാൻ പാട്ടൊക്കെ പാടിക്കൊടുത്തു. അതെ, പാട്ട് പാടിക്കൊടുത്തു, ചായ വെച്ചു തന്നു. അതായിരുന്നു ഫുൾ വീഡിയോ നമ്മള് താഴെ ഇട്ടിട്ടുണ്ട്. എല്ലാരും പോയി കാണാം. ഇത്രയും സൗകര്യമുള്ള കൂട് കണ്ടോ? ഉമ്മാരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാന്ന് പറഞ്ഞാ വിശ്വസിക്കുവോ? ആ, നീ കൂടിന്റെ സൗകര്യം മുട്ടയിട്ടോ കണ്ടോ? ചിറങ്ങിപ്പിക്കാതെ 3 കൂടുണ്ടായത്. അല്ല, പൂവം കൊണ്ട് തീറ്റ വായി വെച്ച് കൊടുക്കുന്നുണ്ടേ. അർത്ഥം. അപ്പം ഇതാണ് നമ്മുടെ ലവ് ബേർഡ്സിന്റെ കൂട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മള് അടിപൊളി മീനുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീനുണ്ടാ നല്ല അടിപൊളി മീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ജോഡിക്ക് 150 രൂപ വരെയുള്ള എലിഫന്റ് ഇയർ പോലെ പ്ലാറ്റി, ഇതൊക്കെയാണ് നമ്മുടെ കൂണ്ടാകത്തുള്ളത്. ഇവര് കണ്ടോ? ഇവരിങ്ങനെ സൈഡിൽ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത്, മുട്ട ഇടാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു തരുന്നുണ്ട്. കണ്ടോ? മുട്ട അതെ കച്ചി. അയാൾ മുട്ടയിടാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പൊ അയാൾ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. ഓഫാക്കിയേക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫാമിന്റെ ഫുൾ വ്യൂ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ചാടി നല്ല വീഡിയോ സംഗീതം കാണിച്ചു. കണ്ടോ? ഇതാണ് നമ്മുടെ പരിപാടി. മനസ്സിലായി? കച്ചെടുത്തില്ല, മണല്. ഓക്കെ, അപ്പൊ പുറകോട്ട് നോക്കണം എല്ലാരും. അപ്പൊ ഇതാണ് വെറും 1 വർഷം കൊണ്ട് ഞങ്ങള് സെറ്റാക്കി എടുത്ത നമ്മുടെ ചെറിയ ഫാം. ഇതിനി വലിയ ഫാം ആക്കും. നമ്മുടെ കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ ഒക്കെ പോലെ അല്ലേ? അതെ, 2ാം നിലയിലൊക്കെ. എന്താ പറയാൻ പോയത്? ഇവിടെ നമ്മള് അവിടെ തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പെട്ടി നമ്മള് സെറ്റ് ആക്കിയിട്ട് കുഞ്ഞിക്കോഴിനെ അവിടെ ഇടാന്ന് പറഞ്ഞു. അതെന്താണ് കുഞ്ഞിക്കോഴി? ഉമ്മയ്ക്ക് അവിടുന്ന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കാനാണ്. അത് ഇറങ്ങി വരേണ്ടി വരും. അതെ, ഇതാണ് ഉമ്മി ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുന്ന. ഞാൻ പഠിക്കാൻ പോകും, അപ്പൊ പിന്നെ എനിക്കിടാൻ പറ്റില്ല. അപ്പൊ ഉമ്മ ഇങ്ങനെ ഇട്ട് കൊടുത്തോളൂ അടുക്കളയ്ക്ക്. അത് ഭയങ്കര ഇഷ്ടമാണ്. സബോളത്തൊലിയൊക്കെ കിട്ടിയാൽ അത് മതി. സബോളത്തൊലി, മുട്ട പുഴുങ്ങിയതിന്റെ മുട്ടത്തൊണ്ട് കാൽസ്യമാണ്. ഇത് പറക്കാനൊക്കെ തുടങ്ങി കേട്ടോ. നല്ല പറക്കാൻ തുടങ്ങി. വീണ്ടും അത് പറക്കുന്ന വീഡിയോ നമ്മള് അതിനുള്ള ശേഷിയൊന്നും ഇല്ല പറക്കാനുള്ള. നമ്മുടെ ഈ സംരംഭം നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സംരംഭം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അതെ, നമ്മുടെ ഫാം കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. കടന്നൂര് കയറ്റി വിടാം. ബാബാ വരുവാ. വരുന്നില്ല കേട്ടോ. അലസി പോവും. അലസു അതിലിറക്കിട്ടേ. അപ്പൊ ഇവനെ നമ്മൾ അകത്തോട്ട് കയറ്റുന്നില്ല. അത് ഇവർക്ക് നോൺ റീപ്രൈസ് ആണ്. അതെ, പുതിയ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയിലോട്ട് കയറും. ഇടയിലോട്ട് കോഴിയുടെ കൂറ്റോട്ട് കയറിയിട്ട് വിശേഷമൊക്കെ ചോദിച്ചിരിക്കലാണ്. ഇരുത്തം കണ്ടില്ലേ? നമ്മുടെ കൃഷിയാണ്. തേങ്ങ കോഴിയുടെ തലയിൽ കോഴി ചത്തുപോയെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഡൗൺലോഡ്, ഷെയർ.